വർഷം മുഴുവനും അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. അർജുന കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മറ്റൊരു രസകരമായൊരു ചോദ്യം ലഭിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്: അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നൊരു സ്ഥാപനമാണ്. അദ്ദേഹം കൃത്യമായി എല്ലാ തൊഴിലാളികൾക്കും ബോണസ് നൽകി വരുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരു തൊഴിലാളിയെ അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു 12 മാസങ്ങളോളമായി ആ വ്യക്തി സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറിയിലാണ്. ഈ സാമ്പത്തിക വർഷം മുഴുവനും അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. ആ വ്യക്തിക്ക് ബോണസ് നൽകേണ്ടതായ ബാധ്യതയുണ്ടോ ഇല്ലയോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബോണസ് നൽകുന്നത് ഒരു എംപ്ലോയി ഏൺ ചെയ്ത വേജസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറയുന്നത് വേജസ് അല്ല, വേതനമല്ല. അപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ബോണസിന് ബാധകമായിട്ടുള്ള സാമ്പത്തിക വർഷം അദ്ദേഹം വേജസ് ഒന്നും കൈപ്പറ്റിയിട്ടുള്ളത് സബ്സിസ്റ്റൻസ് അലവൻസാണ്. സബ്സിസ്റ്റൻസ് അലവൻസ് ബോണസിന് വേണ്ടിയുള്ള വേജസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയുമില്ല. അത് വേജസ് അല്ല. അതുകൊണ്ട് തന്നെ സസ്പെൻഷനിൽ തുടരുന്ന ആ തൊഴിലാളിക്ക് ബോണസിന് അർഹത ഇല്ല.